ഹലോ വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ മഴവിൽ കേരളയിൽ നമ്മുടെ രേണുവിൻ്റെ സുധിച്ചേട്ടൻ്റെ വൈഫായിട്ടുള്ള രേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു തുള്ളി കണ്ണീർ വരാതെ നമുക്കത് ഫുള്ളായിട്ട് ഇരുന്ന് കാണാനായിട്ട് പറ്റത്തില്ല. സോ അതിൽ അവർ മെയിനായിട്ട് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്മി നക്ഷത്രം അവർക്ക് സുധിച്ചേട്ടൻ്റെ സ്മെല്ല് പെർഫ്യൂമാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ലക്ഷ്മി നക്ഷത്രത്തിൽ ലഭിച്ചിട്ടുള്ള സോഷ്യൽ ബുള്ളിങ്ങിനെ കുറിച്ചാണ് മെയിനായിട്ട് അതിൽ പറയുന്നത്. ഞാനും ഇതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താണോ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ആ സെയിം കാര്യം തന്നെയാണ് രേണു ഈ ഒരു ഇൻ്റർവ്യൂയിലൂടെ പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേണു ആണ് ലക്ഷ്മി നക്ഷത്രയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പെർഫ്യൂം ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ട്, സോ എനിക്ക് അതുപോലെ ഒന്ന് ചെയ്ത് തരാമോ എന്ന് ലക്ഷ്മി നക്ഷത്രയുടെ അടുത്ത് ചോദിക്കുന്നത് രേണു ആണ്. അപ്പോൾ രേണുവിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ലക്ഷ്മി നക്ഷത്ര ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ രേണു ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അത് സത്യം പറഞ്ഞാൽ ഞാനാണ് ലക്ഷ്മിയോട് ചിന്നുവിനോട് പറയണത്, ചിന്നു എനിക്കൊരു ആഗ്രഹമുണ്ട് ഇതേപോലെ ഞാൻ, അതായത് ലക്ഷ്മിക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ ഷർട്ടിന്റെ സൂചിച്ചേണ്ട അവസാനപ്പെട്ട ഷർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പെർഫ്യൂം ആക്കി തരും, അതായത് മണം നമുക്ക് ദേഹത്തടിക്കാൻ എല്ലാം മണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ചിന്നുവിനോട് പറഞ്ഞപ്പം ചിന്നുവിന് അതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു തോന്നുന്നു. കുട്ടിയപ്പം പറഞ്ഞു ഞാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞു. രേണു പറഞ്ഞൊരു ആഗ്രഹമല്ലേ, ഞാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളെ എത്ര സ്നേഹിക്കുന്നതുകൊണ്ട് പാവമുണ്ട്, അത് സമ്മതിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ ഒരുപാട് മെസ്സേജുകൾ ചിന്നുവിനും വരുന്നുണ്ട്, എനിക്കും വരുന്നുണ്ട്. ഇന്ന ഒരാള് തൃശ്ശൂര് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്, പെർഫ്യൂം ഉണ്ടാക്കുന്നുണ്ട്, എറണാകുളം ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ ഏറ്റവും ബെറ്റർ ആയിട്ട് പറഞ്ഞ യൂസഫിക്കാണ്. അപ്പൊ ഈ ഇക്കയുടെ വീഡിയോ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്, അതായത് സുധിച്ചേട്ടനുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ അതിരുന്ന് കണ്ടിട്ട് സുധിച്ചേട്ടനെ ഞാൻ കാണിച്ചു കൊടുത്തു. സുധിച്ചേട്ടൻ ഇത് കണ്ടോ, മരിച്ചവരുടെ ഡ്രസ്സിന്റെ മണം നമുക്ക് എന്നേക്കുമായിട്ട് ഇങ്ങനെ കിട്ടും, അത് ദുബായിലെങ്ങാണ്ടാന്ന് തോന്നുന്നു, ഒരു താടിയൊക്കെ ഉള്ളൊരു ആളാണ് ഇത് ചെയ്യുന്നതൊക്കെ ഞാൻ പുള്ളിയേയും ഏട്ടനെയും കാണിച്ചത്. അപ്പൊ ഏട്ടനും അത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതമായിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എനിക്കറിയായിരുന്നു, നേരത്തെ വിട്ടറിയാം, കുറെ വീഡിയോസ് ഞാൻ കാണുന്നതായിരുന്നു. അതായത് ഇപ്പം ചിന്നു ഈ വീഡിയോ ഇട്ടപ്പോൾ അതൊരു പ്രൊമോഷനാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നുണ്ട്. ഒരിക്കലും അല്ല, കാരണം ഇദ്ദേഹം യൂസഫിക്കാന്ന് പറഞ്ഞ ഇദ്ദേഹം 3-4 ഷോപ്പുള്ളതാ ദുബായിൽ. അദ്ദേഹത്തിന്റെ വീഡിയോസ് ഇതിനു മുന്നേ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ ആ ഒരു ഇത് വെച്ചിട്ടാണ് ചിന്നുവിനോട് ഇങ്ങനെ ചോദിച്ചത്. അപ്പൊ ചിന്നുവിന് ഇത് അറിയത്തില്ലായിരുന്നു. ചിന്നുവിന് അറിയില്ലാതെ ഒരുപാട് പേര് പറഞ്ഞത് വെച്ചാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ യൂസഫിക്കയാന്ന് പറഞ്ഞാണ് കുട്ടി അവിടെ പോയി അത് ചെയ്യിപ്പിച്ചത്. അപ്പൊ കേട്ടല്ലോ, ലക്ഷ്മി നക്ഷത്ര സുധിച്ചേട്ടനെ വീട്ടിൽ ജീവിക്കുന്നു, ലക്ഷ്മി നക്ഷത്രക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇങ്ങനെയൊക്കെ, ലക്ഷ്മി നക്ഷത്ര ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പോലും പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ ലക്ഷ്മി നക്ഷത്രം നമ്മൾ അറിയുന്നത് ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണല്ലോ. അപ്പം ഇങ്ങനെ ഒരുപാട് ഇത്തരത്തിലുള്ള ഒരുപാട് നെഗറ്റീവായ കമൻസ് ആയിരുന്നു ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ലക്ഷ്മി നക്ഷത്രക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അത്രയും നെഗറ്റീവായിട്ടായിരുന്നു അവരുടെ വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള കമൻസുകൾ. അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആദ്യമായിട്ട് രേണു ആണ് ലക്ഷ്മി നക്ഷത്രത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു പെർഫ്യൂം ഉണ്ടാക്കി തരണമെന്ന്. ഒന്നും അറിയാതെ ആൾക്കാർ ഇങ്ങനെ ചുമ്മാ ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോക്ക് താഴെ കുറേ കമൻസ് ഇട്ട് അങ്ങനെ ഇരിക്കുന്നു. വെറുതെ ഇങ്ങനെ ഓരോ കമൻസ് ഇട്ടിട്ട് ബാക്കിയുള്ള ആൾക്കാരെ വേദനിപ്പിക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് പേര് എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടാവും. സോ അവർക്കാണെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് യാതൊരു തരത്തിലുള്ള താല്പര്യമില്ല, എന്നാൽ എവിടെയെങ്കിലും ഇങ്ങനത്തെ നെഗറ്റീവ് കമൻസ് ഇടുകയും ചെയ്യും. പിന്നെ രേണു പറയുന്നത് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ആക്കി യൂട്യൂബിൽ ഇടാനായിട്ട് ലക്ഷ്മി നക്ഷത്രയോട് പറയുന്നത് രേണു തന്നെയാണെന്നാണ് രേണു പറയുന്നത്. കാരണം രേണുവിനെ പോലെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇനിയും സൊസൈറ്റിയിൽ ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു ഉപകാരം ആവട്ടെ, അവർക്കും ഇങ്ങനെ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് രേണു ലക്ഷ്മി നക്ഷത്രത്തിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തത്. സോ അങ്ങനെയാണ് ലക്ഷ്മി നക്ഷത്ര ഈ ഒരു വീഡിയോ ഇട്ടെന്നുള്ളതാണ് രേണു പറയുന്നത്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാനാണ് പറഞ്ഞത് ഇത് വീഡിയോ ആക്കണം, കാരണം ഒരുപാട് പേര് എന്നെ പോലെ ഭർത്താവ് മരിച്ചവരും അച്ഛനും അമ്മയും മരിച്ചവരും അവരുടെയൊക്കെ ചിലപ്പം ആഗ്രഹമായിരിക്കും, അവരുടെയൊക്കെ സ്മെല്ല്, അവരുടെ മെമ്മറീസ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ ഗന്ധം എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും നമ്മളെ മനസ്സിനെ മെമ്മറി തരുന്ന ഒരിതാണ് ഗന്ധം. അപ്പം പ്രിയപ്പെട്ടവരുടെ ഗന്ധമാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത്. അപ്പം ഞാൻ പറഞ്ഞു ചിന്നു ഇത് വീഡിയോ എടുക്കണം, എന്നാലേ എല്ലാവരും അറിയത്തുള്ളൂ, കാണത്തുള്ളൂ. കാരണം നമ്മളെ 75% നല്ല കമന്റ്സ് ആണ് അതിൽ വന്നിരിക്കുന്നത്. കാരണം നമ്മളെ അത്രയും സ്നേഹിക്കുന്ന, ചിന്നുവിനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ സുധിച്ചേട്ടനെ സ്നേഹിക്കുന്ന, നമ്മളെ ഫാമിലിയെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് അതിൽ നല്ല കമന്റ്സ്. പിന്നെ ഈ നെഗറ്റീവ് കമന്റ്സ് എന്താന്ന് എനിക്കറിയില്ല, വിറ്റ് കാശാക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് നെഗറ്റീവ് കമന്റ്സ് വരുന്നത്. എനിക്ക് അതിനോട് ഒരിക്കലും ഞാൻ യോജിക്കത്തില്ല. അങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സ് നമുക്ക് നല്ല വിഷമമാണ്.
ഇങ്ങനെയൊക്കെ നെഗറ്റീവ് വരുന്ന കൊടുത്ത്. നമുക്കൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് കുറ്റം പറയാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ കുറ്റം പറയുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നെങ്കിലും ഒന്ന് ആലോചിക്കുക. അപ്പോൾ സുധിച്ചേട്ടൻ മരിക്കുന്നതിന് മുന്നേയും മരിക്കുന്നതിന് ശേഷവും ലക്ഷ്മി നക്ഷത്ര ഇവരോട് ചേർന്ന് നിന്ന് ഇവർ അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ കുറ്റം പറയുന്നവർ സ്വന്തമായിട്ട് കഴിച്ചിട്ടുള്ള പാത്രമെങ്കിലും ഒന്ന് കഴുകി വെച്ചിട്ട് അമ്മയോ ഭാര്യയോ സഹായിച്ചതിന് ശേഷം കുറ്റം പറയാൻ ഇറങ്ങാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.